ഇന്ന് രാമായണ മാസം 11-ാം ദിനം. മന്ദര എന്തു സൂത്രമായിരിക്കും കൈകേയിക്ക് ഉപദേശിച്ചു കൊടുത്തത്? പണ്ട് ദേവാസുര യുദ്ധത്തിൽ ദേവന്മാരെ രക്ഷിക്കാനായി സഹായിക്കാനായി ഇന്ദ്രദേവൻ ദശരഥ മഹാരാജാവിനോട് അപേക്ഷിച്ചു. അതുപ്രകാരം ദശരഥ മഹാരാജാവ് കൈകേയിയുമൊത്ത് ഒരു വലിയ സൈന്യവുമായി സ്വർഗത്തിലെത്തി. അവിടെ അസുരന്മാരുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ ദശരഥ മഹാരാജാവിന്റെ തേരിലെ അച്ചുതണ്ടിൽ നിന്നും ഒരു ആണി ഊരി തെറിച്ചുപോയി. ദശരഥ മഹാരാജാവിന്റെ തേരിലെ ചക്രം താഴെ പോകാതിരിക്കാൻ ഊരിപ്പോകാതിരിക്കാൻ കൈകേയി തന്റെ കരങ്ങൾ കൊണ്ട് ആ അച്ചുതണ്ട് പിടിച്ചുവെച്ചു. യുദ്ധമൊക്കെ കഴിഞ്ഞ് അസുരന്മാരെയൊക്കെ ഓടിച്ചു വിട്ടതിനു ശേഷം ദശരഥ മഹാരാജാവ് ഈ ധീരപ്രവൃത്തി അറിഞ്ഞു. രാജാവിന് സന്തോഷമാവുകയും ഇഷ്ടമുള്ള 2 വരങ്ങൾ ആവശ്യപ്പെട്ടുകൊള്ളാൻ കൈകേയിയോട് പറയുകയും ചെയ്തു. കൈകേയി ആകട്ടെ, അത് അങ്ങയുടെ അധീനതയിലിരിക്കട്ടെ, പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ ചോദിച്ചു കൊള്ളാം എന്ന് പറയുകയും ചെയ്തു. ഈ കഥ കൈകേയി മന്ദരയോട് എപ്പോഴോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മന്ദരയ്ക്ക് ഇപ്പോൾ അത് ഓർമ്മ വരികയും കൈകേയിയോട് ഈ വരങ്ങൾ ആവശ്യപ്പെടാനുള്ള സമയമായിരിക്കുകയാണ്, ഇപ്പോൾ നീ ഈ 2 വരങ്ങൾ ആവശ്യപ്പെടുക എന്ന് ഉപദേശിക്കുകയും ചെയ്തു. മന്ദര കൈകേയിയോട് പറഞ്ഞു, നീ ഇപ്പോൾ തന്നെ ക്രോധാകാരത്തിൽ പോയി ഇരിക്കണം. ക്രോധാകാരം എന്ന് പറഞ്ഞാൽ ദേഷ്യം വരുമ്പോൾ, കോപം വരുമ്പോൾ പോയി ഇരിക്കുന്ന സ്ഥലമാണ് ക്രോധാകാരം. നീ നിന്റെ ആഭരണങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ട് ജലപാനം പോലും നടത്താതെ ആരോടും ഒന്നും മിണ്ടാതെ നിന്റെ ഈ വരം നിനക്ക് കിട്ടുന്നിടം വരെ, രാജാവ് നിന്റെ ഈ ആഗ്രഹം സാധിച്ചു തരാം എന്ന് പറയുന്നിടം വരെ നീ ആരോടും ഒന്നും ചെയ്യാതെ ക്രോധാകാരത്തിൽ പോയി ഇരിക്കുക. ഇതെല്ലാം കേട്ട കൈകേയി, നിനക്ക് എന്നോട് ഇത്രയും സ്നേഹമുണ്ടായിരുന്നോ? എന്റെ പുത്രനും എനിക്കും നല്ലത് വരാൻ വേണ്ടി നീ ഇത്രയുമൊക്കെ ചിന്തിച്ച് ഓർത്തുവെച്ച് എന്നോട് പറഞ്ഞല്ലോ. എനിക്ക് സന്തോഷമായി. എന്റെ മകൻ, എന്റെ പ്രിയപുത്രൻ യുവരാജാവാവുകയാണെങ്കിൽ ഞാൻ നിനക്ക് 100 ഗ്രാമങ്ങൾ സമ്മാനമായി തരാം എന്ന് പറഞ്ഞ ശേഷം കൈകേയി ക്രോധാകാരത്തിലേക്ക് പോയി. ദശരഥ മഹാരാജാവാകട്ടെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ മഹർഷിയെയും മന്ത്രിയെയും ഏൽപ്പിച്ച ശേഷം എന്ത് സന്തോഷ വാർത്തയുണ്ടെങ്കിലും ആദ്യം പറയുന്നത് തന്റെ പ്രിയ പത്നിയായ കൈകേയിയോടാണ്. ഈ സന്തോഷ വാർത്ത കൈകേയിയെ അറിയിക്കാനായി കൈകേയിയുടെ അന്തപുരത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ദേവിയില്ല. അവിടെ ഉണ്ടായിരുന്ന ദാസികളിൽ നിന്നും അറിയാൻ കഴിഞ്ഞു ദേവി ക്രോധാകാരത്തിലാണെന്ന്. ഇത് കേട്ട് ദുഃഖിതനായ മഹാരാജാവ് ക്രോധത്തിന്റെ കാര്യം എന്താണെന്ന് അറിയാനായി കൈകേയിയുടെ അടുത്തേക്ക് പോയി. ദശരഥ മഹാരാജാവ് കൈകേയിയുടെ അടുത്തെത്തി സ്നേഹപൂർവ്വം തലോടിക്കൊണ്ട് ചോദിച്ചു, ദേവിയെ, എന്താണ് നീ കട്ടിലും ആഭരണങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ നിലത്ത് കിടക്കുന്നത്? ആരാണ് നിന്നെ സങ്കടപ്പെടുത്തിയത്? എന്താണ് ഈ ക്രോധത്തിന് കാരണം? എന്തു തന്നെ ആയാലും നീ അത് എന്നോട് പറയുക. നിന്റെ എന്താഗ്രഹമാണെങ്കിലും അത് ഞാൻ സാധിച്ചു തരുന്നതായിരിക്കും. ഞാൻ എന്റെ ജീവന് തുല്യം സ്നേഹിക്കുന്നവളാണ് നീ. എന്റെ പ്രാണനേക്കാൾ ഇപ്പോൾ എനിക്ക് പ്രാധാന്യം രാമനാണ്. ആ രാമനാണ് സത്യമായും. നീ എന്താഗ്രഹം പറഞ്ഞാലും ഞാനത് സാധിച്ചു തരും. ഇങ്ങനെ ഒരു സത്യം കേട്ടയുടൻ തന്നെ കൈകേയി എഴുന്നേറ്റിരുന്ന് കണ്ണുനീർ തുടച്ചിട്ട് ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു, പണ്ട് ദേവാസുര യുദ്ധത്തിൽ അങ്ങയെ ഞാൻ രക്ഷിച്ചപ്പോൾ അതിന് പ്രതിഫലമായി അങ്ങെനിക്ക് 2 വരം തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 2 വരം ഞാൻ ഇന്ന് അങ്ങയോട് ആവശ്യപ്പെടുകയാണ്. അതിൽ ആദ്യത്തെ വരം എന്റെ പ്രിയപുത്രനായ ഭരതനെ അങ്ങ് പട്ടാഭിഷേകം ചെയ്ത് യുവരാജാവാക്കണം. 2, രാമൻ 14 വർഷം വനവാസം അനുഷ്ഠിക്കണം. കൈകേയിയുടെ കർണകഠോരമായ വാക്കുകൾ കേട്ട് ഇടിവെട്ടേറ്റവനെ കൂട്ട് ദശരഥ മഹാരാജാവ് മോഹാലസ്യപ്പെട്ടു വീണു. അല്പസമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോൾ താൻ ഏതെങ്കിലും ദുർസ്വപ്നം കണ്ടതാണോ എന്ന മട്ടിൽ കൈകേയിയെ നോക്കി. ക്രോധത്താൽ ജ്വലിച്ചു നിൽക്കുന്ന കൈകേയിയെ നോക്കി ദശരഥ മഹാരാജാവ് ചോദിച്ചു, ദേവിയെ, രാമൻ നിനക്ക് എന്ത് അപരാധമാണ് ചെയ്തിട്ടുള്ളത്? നീ എപ്പോഴും രാമനെ പുകഴ്ത്തിയല്ലേ എന്നോട് പറയാറുള്ളൂ. രാമൻ നിനക്ക് നല്ലതു മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ എന്താണ് ഇങ്ങനെ മാറ്റി പറയാനുള്ള കാര്യം? ഞാൻ രാജ്യം ഭരതന് കൊടുത്തുകൊള്ളാം, പക്ഷേ ശ്രീരാമനെ ഇവിടെ ജീവിക്കാൻ നീ അനുവദിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ദശരഥ മഹാരാജാവ് കൈകേയിയുടെ കാൽക്കൽ വീണ് കേണപേക്ഷിച്ചു. കോപത്താൽ ജ്വലിച്ചു നിൽക്കുന്ന കൈകേയി രാജാവിനോട് പറഞ്ഞു, രാജാവേ,
അങ്ങയ്ക്കെന്താ ഭ്രാന്തുണ്ടോ? പറഞ്ഞതുപോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ സത്യസന്ധൻ എന്നു പേരുകേട്ട അങ്ങയ്ക്ക് നഗരപ്രാപ്തിയായിരിക്കും ഫലം. മരവുരിയും മാൻതോലും വസ്ത്രമായി ധരിച്ച് രാമൻ നാളെ രാവിലെ തന്നെ കാട്ടിലേക്ക് പോയിരിക്കണം. കൈകേയിയുടെ ഈ ശാഠ്യത്തിനു മുമ്പിൽ രാജാവിന് വേറെ ഒരു നിവൃത്തിയും ഇല്ലാതെയായിപ്പോയി. മോഹാലസ്യപ്പെട്ടും ബോധം തെളിഞ്ഞും എങ്ങനെയൊക്കെയോ ഒരു വർഷമെന്ന പോലെ ഒരു രാത്രി രാജാവ് കഴിച്ചുകൂട്ടി. അങ്ങനെ പ്രഭാതമായി. രാജധാനിയുടെ മുന്നിൽ അഷ്ടമംഗല്യം ധരിച്ച കന്യകമാരും ബ്രാഹ്മണരും ക്ഷത്രിയരും എല്ലാവരും ആ പട്ടാഭിഷേക മുഹൂർത്തത്തിനായി കാത്തു നിൽക്കുകയാണ്. അയോധ്യയിലെ കുട്ടികളും സ്ത്രീകളും വൃദ്ധന്മാരും ഒക്കെ രാമനെ കാത്തിരിക്കുകയാണ്. സൂര്യൻ ഉദിച്ചുവല്ലോ, എന്നിട്ടും എന്താണ് രാജാവ് ഉണരാത്തത് എന്ന് വിചാരിച്ച് സുമന്ത്രർ രാജാവിന്റെ അടുത്തെത്തി. എന്നാൽ അവിടെ ദുഃഖിച്ചവശനായിരിക്കുന്ന രാജാവിനെ കണ്ട് സുമന്ത്രർ കൈകേയിയോട് ചോദിച്ചു, രാജാവിന് എന്തു പറ്റി? രാജാവ് എന്താണ് ഇത്രയും ദുഃഖിച്ചിരിക്കുന്നത്? അതിനു മറുപടിയായി കൈകേയി പറഞ്ഞു, രാജാവ് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടതേയില്ല. രാജാവ് രാമൻ രാമൻ എന്ന് ചിന്തിച്ച് ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഉറക്കക്ഷീണമാണ്. അദ്ദേഹം രാമനെ കാണാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് ഏതായാലും പോയി രാമനെ കൂട്ടിക്കൊണ്ടുവരിക. അതിനു മറുപടിയായി സുമന്ത്രർ പറഞ്ഞു, രാജാവ് കൽപ്പിക്കാതെ ഞാൻ എങ്ങനെ പോയി രാമനെ കൂട്ടിക്കൊണ്ടുവരും? ഉടൻ തന്നെ ദശരഥ മഹാരാജാവ് പറഞ്ഞു, എനിക്ക് എന്റെ പ്രിയ പുത്രനായ രാമനെ ഒരു നോക്ക് കാണണം. നീ ഒന്നു പോയി രാമനെ കൂട്ടിക്കൊണ്ടുവരിക. ഇത് കേട്ട മന്ത്രി ഉടൻ തന്നെ തേരിലേറി രാമന്റെ കൊട്ടാരത്തിലേക്ക് പോവുകയും രാമനോട് വിവരം പറയുകയും ചെയ്തു. ഇത് കേട്ട് ദുഃഖിതനായ രാമൻ വേഗം തന്നെ ദശരഥ മഹാരാജാവിന്റെ അടുത്തെത്തി. രാമനെ കണ്ടയുടനെ ദശരഥ മഹാരാജാവ് രാമാ രാമാ എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അടുത്തേക്ക് വരുന്ന വഴിയിൽ തന്നെ ബോധാലസ്യപ്പെട്ടു വീണു. അച്ഛന്റെ ഈ അവസ്ഥ കണ്ട് വിഷമിച്ച രാമൻ ഓടിച്ചെന്ന് അച്ഛനെ മടിയിലേക്ക് പിടിച്ചു കിടത്തി അച്ഛന്റെ ഈ അവസ്ഥയ്ക്ക് എന്താണ് കാരണം എന്ന് അന്വേഷിച്ചു. അതിനു മറുപടിയായി കൈകേയി പറഞ്ഞു, അച്ഛന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ തന്നെയാണ്. രാമനാണ് ഇതിന് കാരണമെന്ന് കൈകേയി പറഞ്ഞു. ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? രാമൻ വനവാസത്തിനു പോകണം എന്നുള്ള വിവരം രാമനോട് ആരായിരിക്കും പറയാൻ പോകുന്നത്? ഇത് കേൾക്കുമ്പോൾ രാമൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? ഇതൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. നന്ദി.